the Managing Director of Madhrubhumi Printing and Publishing Company, Shri M.V. Shreyas Kumar. And conversing with him on this stage is Ms. Anjana George. She's a journalist, gender advocate, film critic, and digital content strategist. Hearty welcome on stage, sir. Welcome, Ms. Anjana. Thank you. Good afternoon all. ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് അത്ര ബസ്സൊന്നുമില്ല നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ. അപ്പം അതിരാവിലെ എണീറ്റിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാത്തിക്കുന്ന സമയത്ത് മാതൃഭൂമി പത്രം വരും, പത്രത്തിൻ്റെ കെട്ട്. ആ സമയത്ത് എൻ്റെ അച്ഛനൊരു കഥ പറഞ്ഞു തരുന്നുണ്ട്. 1923 റോബിൻസൺ റോഡ് എന്ന് പറയുന്ന കോഴിക്കോട് ഉള്ള ഒരു റോഡിൽ എങ്ങനെയാണ് മാതൃഭൂമി പത്രം ആരംഭിക്കുന്ന കോൺവെർസേഷൻസ് ഉണ്ടായതും എങ്ങനെ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടി അവരുടെ കയ്യിലുള്ള 5-10 രൂപകൾ ഒരുമിച്ച് കൂട്ടി ഒരു പത്രം ഇറക്കിയ കഥ. ആ സമയത്ത് പത്രം ഇറങ്ങിയ സമയത്ത് എന്തിനീ പത്രം ഉണ്ടാക്കുന്നു എന്ന് KP കേശവമേനോൻ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രത്തിലെ ആളുകളും എല്ലാ ജേർണലിസ്റ്റുകളും വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒന്നായിരുന്നു. അതിനപ്പുറത്തേക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ആള് എന്ന് പറയുന്നത് എൻ്റെ അയൽവാസി കൂടിയാണ്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മത്സരിച്ച ആളാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ MP വീരേന്ദ്രകുമാർ, അദ്ദേഹത്തിൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോ വീട്ടിലിരിക്കുന്നുണ്ട്. They were together in some of the fights that happened in Wayanad, social reforming fights. Okay, I'm very happy to be here, sir. Thank you. 100 വർഷം പിന്നിട്ട ഒരു പത്രത്തിന്റെ സാരഥിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് ആക്ച്വലി നമ്മളുടെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കൃത്യമായി ഡൈവേഴ്സിഫൈ ചെയ്ത് കൃത്യമായി ആ പത്രത്തിന്റെ എന്താണ് ഈ പത്രത്തിന്റെ മൂല്യം എന്നുള്ളതിനെ കൃത്യമായി ഡൈവേഴ്സ് ചെയ്ത് ഡിജിറ്റലൈസേഷൻ വന്നപ്പോഴും പല രീതിയിൽ പല പ്ലാറ്റ്ഫോമിൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. 2050 ആവുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ എന്തായിരിക്കും? ഇപ്പം ഇന്ന് ഒരു കുട്ടി ചോദിക്കണ്ടായിരുന്നു പത്രമൊക്കെ ഉണ്ടാവുമോ 2050 എന്ന്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ പത്രസ്ഥാപനങ്ങളുടെ വിച്ച് ഹാസ് നൗ ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് കൺവേർജൻസ് ഓഫ് മീഡിയ ഒക്കെ ആയിരിക്കുന്ന കാലത്ത് വാട്ട് ഡു യു എൻവിഷൻ? See, I've been hearing this over 3 decades. പത്രം ഉണ്ടാവില്ല എന്നുള്ളത് 2050 ആകുമ്പോൾ ഇപ്പോഴുള്ള പുതിയ കാര്യങ്ങൾ അന്നെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. I'll start with what you said. ഈ പത്രം തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ മേഖല ഡൈവേഴ്സ് ചെയ്യുന്നത്. കണ്ടന്റാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. പക്ഷേ കണ്ടന്റ് എങ്ങനെ കൺസ്യൂം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കൺസ്യൂമേഴ്സാണ്. അത് പത്രത്തിലൂടെയാകും, പല രീതിയിലാവാം. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാവുക വി ബിൽഡ് ഓൺ ആ കോർ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് കണ്ടന്റ്. ദാറ്റ് ഈസ് വാട്ട് we hope to do in future. 2050 ചോദിച്ചത് അതിൻ്റെ ഒരു പരസ്യം എന്ന് വന്നിരുന്നു നിങ്ങൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ പരസ്യം എഴുതിയിരുന്നെങ്കിലും ഞാൻ ഈ മീഡിയം തമ്മിലൊരു പറയാണ്. അത് വായിച്ചപ്പോൾ അന്ന് വായനക്കാരുടെ റിയാക്ഷൻ അതിലൊരു ഉണ്ടായിരുന്നു, ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ്, ഇനി നോട്ടുണ്ടാവില്ല ഫെബ്രുവരി 1 മുതൽ. അത് വായിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളെ വിളിക്കുന്നത് പല ഓഫീസുകളിലും. ബാങ്കിൻ്റെ മുമ്പിൽ ബാങ്ക് മാനേജർമാരെ വിളിക്കുന്നു. ഇതിനടുത്ത് ഇതിപ്പോൾ ഒരു വേറൊരു മാധ്യമത്തിലാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത് ക്യൂറേറ്റഡായിട്ട് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ട്രഡീഷണൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ പരസ്യമെന്ന് കാണാതെ അതിൻ്റെ വാർത്തയാണെന്ന് മനസ്സിലാക്കി
അത് ശരിയാണ് എന്ന ധാരണയോടുകൂടി പാനിക് ചെയ്ത ഒരു വലിയ സംഗതി ഉണ്ടായിരുന്നു. അത് വേറെ ഏത് മീഡിയത്തിലാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളത് ടെലിവിഷനിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പോകും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് പല രീതിയിലും ആക്കപ്പെടാം. പക്ഷെ ഒരു അടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ജനങ്ങൾ റിയാക്ട് ചെയ്തത് ആ രീതിയിലാണ്. ഇൻഫാക്ട് വി ഹാഡ് ടു ഡു ലോട്ട് ഓഫ് ഫയർ ഫൈറ്റിംഗ്. ഇൻഫാക്ട് ആക്ച്വലി അത് ചെയ്തത് 10 ഡിഗ്രി നോർത്തും എഴുതിയത് ഞാനായിരുന്നു. വളരെ How നന്ദി, വളരെ നന്ദി. ഓക്കെ, സോ നമുക്ക് ആ വാർത്തയിൽ നിന്ന് എന്ന് തുടങ്ങാം. ആക്ച്വലി ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അതിനെതിരെ. അഡ്വർടൈസ്മെന്റ് ആണ്, കബളിപ്പിക്കാൻ പാടില്ല, പത്രത്തിന്റെ മൂല്യം, അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻസ്, എത്തിക്കൽ കൺസിഡറേഷൻസ്, ഈസ് ദ ന്യൂസ് പേപ്പർ ബീങ് സോൾഡ് ടേക്കൺ ബൈ മണി, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്. സോ എന്താ സാറിന്റെ പെർസ്പെക്റ്റീവ്? ഇതൊരു പരസ്യമായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പല കമൻസ് ഉണ്ടായിരുന്നു. 2050 ആകുമ്പോഴേക്കും പത്രം ഉണ്ടാവുമോ, ആ രീതിയിലെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒന്ന് താങ്കൾ പറഞ്ഞ പോലെ ഇത് പണം കൊടുത്ത് വാങ്ങുന്നതല്ലേ, അത് ന്യൂസ് പേപ്പറിൻ്റെ അതിൻ്റെ എന്താ പറയുക ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു 16-18 പേജ് ന്യൂസ് പേപ്പർ നിങ്ങളുടെ കയ്യിലെത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 30-35 രൂപയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക. അത് നൽകുന്ന 9 രൂപയാണ്. അതാണ് അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പരസ്യമാണെങ്കിലും അതിന് വാർത്തയുടെ രൂപത്തിൽ കാണുമ്പോൾ ആൾക്കാരുണ്ടാകുന്ന റിയാക്ഷൻ, അപ്പോൾ അത് ദാറ്റ് gives us some kind of strength also and confidence because അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. മറ്റുള്ളവർ പലരും അത് റിയാക്ട് ചെയ്തുകൊണ്ടൊന്നുമില്ല. അപ്പോൾ വാർത്തയിൽ പിന്നെ സത്യസന്ധത, യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് എല്ലാ വേർട്ടിക്കൽസ് നമുക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന പത്രത്തെക്കുറിച്ചാണ്. അത് മാത്രമല്ല സംഗീതത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ചർച്ച കഴിഞ്ഞ് വളരെ വികസമായ ചർച്ചയിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. അപ്പം പത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. ഇപ്പം 2050 ആകുമ്പോൾ എന്തുണ്ടാവും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ വാർത്ത ഉണ്ടാവും. കണ്ടന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഏതിലാണെങ്കിലും ഇപ്പോൾ മ്യൂസിക്കിലാണ്, ഏതിലാണ് കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെങ്ങനെ നമ്മൾ ഈ മൂല്യങ്ങൾ കൈവിടാതെ പുതിയ മാറിയ സാഹചര്യത്തിൽ, ഇപ്പം 2023 സാഹചര്യമില്ല, 1923 സാഹചര്യമില്ല 2025 അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം സൊസൈറ്റി ഈസ് ഓൾവേസ് ഇവോൾവിങ്, ജനറേഷൻസ് മാറി വരുന്നു, പിന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു അടിസ്ഥാന മൂല്യങ്ങൾ വിടാൻ പാടില്ല. നമ്മുടെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം, സത്യസന്ധമായിട്ട് തന്നെ കഴിയുന്നതും തെറ്റുപറ്റാം വാർത്തകൾ കൊടുക്കുക. സമൂഹത്തിൽ സമത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യം, ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ വാർത്തയെ എങ്ങനെ നമ്മൾ കാണുന്നു, പുതിയ തലമുറ അവരുടെ പിന്നെ വാർത്തയെ സമീപിക്കുന്ന രീതി എങ്ങനെയാണ്, അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ എന്താണ്. ചിലപ്പോൾ പൊളിറ്റിക്സ് ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല, മറ്റു പല താല്പര്യവും, പ്രത്യേകിച്ച് ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ പലതിനെക്കുറിച്ച് അറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. അപ്പം ആ രീതിയിൽ മാധ്യമങ്ങൾക്കും മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ ഒരിക്കലും എന്താ പറയുക തടയാൻ സാധിക്കില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ചോയ്സ് ഓഫ് ന്യൂസ് എങ്ങനെയാ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു കണ്ടന്റ് ഡ്രിവൺ സൊസൈറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഉണ്ട്. എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഫീഡുകളാണ് എനിക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ മാതൃഭൂമി.com ആണെങ്കിലും ഏത് ബ്രാഞ്ച് ആണെങ്കിലും ചോയ്സ് ഓഫ് ന്യൂസിന് എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? അതുപോലെ തന്നെ ഹൗ ഡു യു അഡ്ജേൺ ടു ദ ഈ പറഞ്ഞ ആ 3 വാല്യൂ സിസ്റ്റത്തിനോട് ന്യൂസ് ചൂസ് ചെയ്യുമ്പോൾ? ഇപ്പം ഡിജിറ്റൽ എക്കോ സിസ്റ്റത്തിൽ an algorithm working behind. അപ്പോൾ നമ്മൾക്ക് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ദാറ്റ് ഗെറ്റ്സ് പുഷ്ഡ് ഇൻ ടു യുവർ whichever having X or Facebook or whichever social media you're using, or even you're consuming news through publishers' platforms. There's an algorithm which is pushing this content. They know your preferences. ഇപ്പോൾ സ്റ്റാറ്റിക് മീഡിയ എങ്ങനെയാണത്? ബിക്കോസ് like your the same newspaper is read by, say, Madhurumi is read by
like almost 13 million people, according to the last leadership survey. അപ്പം അവരായിട്ടുള്ള കോൺസ്റ്റന്റ് ഇൻട്രാക്ഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല അത്. കാരണം പിന്നെ കൺസ്യൂമർ റിസർച്ച് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൂടുതൽ എന്താണ് പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ദർ ഇസ് നോ algorithm which is built at the background, but we use more of our intelligence and understanding the society, understanding the needs, and also ഇപ്പം പല സംഗതികളിലും റിഫ്ലക്ഷൻ ആണല്ലോ ഇത്. അപ്പം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ പ്രതികരണങ്ങളും ഒരു വാർത്താ മാധ്യമങ്ങളുടെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി വ്യത്യസ്തമാണ്. കാരണം ചിലതിനെതിരെ നിലപാടുകൾ എടുക്കേണ്ടി വരും, ചില കാര്യങ്ങളിൽ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ലാഘവത്തോട് ചിലപ്പോൾ കാണാൻ സാധിച്ചോളണമെന്നില്ല. അതിനെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ പല മാറ്റങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്കൂളുകളിൽ അക്ഷരമാല നിർത്തിയ വർഷങ്ങളായി, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നില്ല, വാക്കുകളിലൂടെയാണ് പഠിക്കുന്നത്. അതിനെതിരെ ഒരു ക്യാമ്പയിൻ ചെയ്തപ്പം കേരള ഗവൺമെൻറ്റിന് അത് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു വൺ എക്സാമ്പിൾ. ദെർ ആർ hundreds of gender neutral uniform. We campaigned for it. And അതൊരു സംഗതിയായി മാറി. അപ്പം ഇങ്ങനെയുള്ള പല കാര്യം, പല അസമത്വങ്ങളും അതുപോലെയുള്ള സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ഒരു മാധ്യമത്തിന് റിയാക്ട് ചെയ്യേണ്ടത് ഒരു പക്ഷേ ആൽഗോരിതം നോക്കിയിട്ടല്ല. ആ ഒരു സാഹചര്യത്തിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഇത് നോക്കി അതിനനുസരിച്ചിട്ടാണ് ഈ കണ്ടന്റിൻ്റെ ഇത് വരിക. ചിലപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ വലിയൊരു ഫൈറ്റ് നടത്തി. ഇറ്റ് ഇസ് നോട്ട് ടു ക്ലോസ് എ കമ്പനി, പക്ഷേ ഭൂഗർഭജല ശോഷണം ഉണ്ടായ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും അത് ബാധിക്കുകയും അവിടുത്തെ സാധാരണ കർഷകരെയും അവരുടെ കുടിവെള്ളമില്ലാതെയാവുകയും അവിടുത്തെ ആദിവാസികളടക്കുന്ന സമൂഹത്തിന് അത് വലിയൊരു രീതിയിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുകയും അവരുടെ കൃഷി നശിച്ചു പോവുകയും അവിടുത്തെ ആ പ്രദേശത്തെല്ലാം തന്നെ ഭൂഗർഭജലത്തിൻ്റെ തോത് വല്ലാതെ താഴുകയും ഭൂഗർഭജലത്തിൽ salination വരിക ചെയ്യുമ്പോൾ we fought against it. They were our advertisers. So that was not to close Coca-Cola, but to protect the underground water, to protect the people who they had no voice. There's nobody, പാവപ്പെട്ടവരാണ്, like tribals ആണ്, സാധാരണ കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ശബ്ദാര ആ ശബ്ദമാവുകയാണ് മാധ്യമങ്ങൾ ചെയ്യുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുന്ന രീതിയിലല്ല മാധ്യമങ്ങളുടെ പിന്നെ അപ്രോച്ച് ഉണ്ടാവുക. അത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളനുസരിച്ച് അതിനനുസരിച്ചിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഇത്. ഇപ്പം അതിനിപ്പം നാളെ ഇങ്ങനെ ആയിരിക്കണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും പലർക്കും തോന്നുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും. അപ്പം ചിലപ്പോൾ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവാൻ വേണ്ടി മാധ്യമങ്ങൾ ചിലപ്പോഴല്ല നിൽക്കണം, അത് ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങൾ എടുക്കുന്ന പിന്നെ അപ്രോച്ച് ഒരു പക്ഷേ ഇന്നത്തെ സമ്പ്രദായത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പലപ്പോഴും അങ്ങനെ പല നിലപാടുകൾ എടുക്കേണ്ടി വരും. അതാണ് മാധ്യമത്തെ ഡ്രൈവ് ചെയ്യുന്ന അതിൻ്റെ കണ്ടന്റിൻ്റെ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ള സംഗതി. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് എങ്ങനെ നമ്മൾ കാണുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് ആരെ ബാധിക്കുന്നു, അത് രാഷ്ട്രീയമാണെങ്കിലും വികസനമാണെങ്കിലും ഏത് മേഖലയാണ്, ടെക്നോളജി ആണെങ്കിലും അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കണ്ടന്റ് രൂപപ്പെടുക. അല്ലാതെ ഇപ്പം ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തുന്ന കണ്ടന്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു കണ്ടന്റ് മിക്സിൽ നമ്മുടെ പ്രധാന വാർത്തകളാണ് പറയുന്നത്, അതിന് പല ഘടകങ്ങളുണ്ടാവാം, അതിൽ പല റിസർച്ച് നമ്മൾ സഹായിച്ചെന്ന് വരാം. ഇപ്പം ചില വായനക്കാരുടെ ഇപ്പം എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വേണം, അതുപോലെ തന്നെ കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് പേജിൽ ഏത് തരത്തിലുള്ള ലേഖനങ്ങൾ വേണം എന്നുള്ളതൊക്കെ അത് വേറൊരു ഇതാണ്. അത് മൊത്തം കണ്ടന്റ്. ഞാൻ പറഞ്ഞു വാർത്തയെ അപ്രോച്ച് ചെയ്യുമ്പം അതിനെ കാണുന്നത്, അതിനെ സമീപിക്കുന്നത് വ്യത്യസ്തമായ പല ഘടകങ്ങളും ഭാഗമായിട്ടാണ്. കോവിഡ് വന്നപ്പം മീഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തന്നെ ഒരു ചെറിയൊരു പാരഡൈം ഷിഫ്റ്റ് വന്നു. എവ്രിബഡി ബിക്കെയിം സിറ്റിസൺ ജേർണലിസ്റ്റ്, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. അപ്പോൾ പത്രം അല്ലെങ്കിൽ ജേർണലിസം, മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കുന്ന വാർത്തകൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഒരു ക്രൈസിസ് പത്രത്തിനല്ല,
ഇൻ ജനറലി ന്യൂസ് പോകുന്ന ഒരു സിറ്റുവേഷനും, അതേപോലെ തന്നെ എവിടുന്നും സോഷ്യൽ മീഡിയ ഒരു സോഴ്സ് ഓഫ് ന്യൂസ് ആവുന്ന ഒരു അവസ്ഥയും, പത്രത്തിനേക്കാളും സംടൈംസ് ആരെങ്കിലും എഴുതുന്ന കാര്യങ്ങളോട് വിശ്വാസ്യത വരുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ കാണുകയും, അതുപോലെ തന്നെ ഒരു വാർത്ത എടുത്ത് അതിനെ കീറി മുറിച്ച് അത് എഴുതിയ ആളുടെ രാഷ്ട്രീയം, അതിലെഴുതിയ ആളുടെ ബാക്ക്ഗ്രൗണ്ട് മുതൽ അങ്ങോട്ട് ക്രൂസിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്രവണത നമുക്കിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫോർത്ത് പില്ലറാണ് നമ്മൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതൊരു ക്രൈസിസ് സ്റ്റേറ്റ് ആണല്ലോ, ഒരു അവിശ്വാസ്യത നിലനിൽക്കുന്ന ഒരവസ്ഥ. അത് കണ്ടിന്യൂ ചെയ്ത് പോവുമോ? 3 ഭാഗമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഒന്ന്, കോവിഡ് കാലത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ, വളരെ ചാലഞ്ചിങ് ആയിരുന്നു. പല രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. ഒന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പത്രം 25 ആൾ തൊട്ടിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ അതിലൂടെ കോവിഡ് വരും. ഞങ്ങളെപ്പോലത്തെ സ്ഥാപനം അടിക്കുന്ന പത്രം ആദ്യം തൊടുക അതിൻ്റെ ഏജൻറ്റാണ്. അതുവരെ ആരും തൊടുന്നില്ല, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ പല മാർക്കറ്റിലും, പ്രത്യേകിച്ച് വലിയ വലിയ നഗരങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ വലിയൊരു സംഭവം ഇത് നടന്നിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ പത്രങ്ങൾ ആൾക്കാർ വാങ്ങാതെയായിട്ടുണ്ട്. പക്ഷെ ഒരു സംഗതി മനസ്സിലാക്കിയത്, പത്രം വായിക്കുന്ന സമയം കൂടി എന്നുള്ളതാണ്. പീപ്പിൾ സ്റ്റാർട്ട് സ്പെൻഡിങ് മോർ ടൈം ബിക്കോസ് ഇറ്റ്സ് നത്തിങ് മച്ച് ടു യുവർ കൺഫൈൻ ടു യുവർ ഹോം. ലോക്ക്ഡൗണിൻ്റെ സമയത്തെല്ലാം തന്നെ. ഏത് സെഗ്മെന്റ് ഓഫ് ജനറേഷൻ ആണ്, ഏത് ഏജ് ഗ്രൂപ്പ് ആയിരുന്നു ശരിക്കും അത്? അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും ആ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് വായന കൂടിയത്. അതേപോലെ അതിപ്പോൾ അതിനുശേഷം വ്യക്തമായി മാർക്കറ്റ് റിസർച്ച് നടന്നിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പക്ഷേ ബേസിക്കലി 35+ എന്നുള്ളത് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പിന്നെ സിറ്റിസൺ ജേർണലിസം, ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് ലോട്ട് ഓഫ്, എന്താ പറയുക, നല്ലതല്ലാത്ത പലതും ഉണ്ട്. ഇപ്പം എല്ലാവരും പിന്നെ എംപവേർഡ് ആണ്, അവർക്ക് അവരുടെ വ്യൂ പോയിൻറ്റ്സ് പറയാം. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, മാധ്യമപ്രവർത്തകനാവാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും ബാധിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ബീൻ ഡിസ്കസ്ഡ് എവറിവെയർ. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലടക്കം അതിൻ്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. Actually, the government of India wanted to set up their own fact-check department, which we objected. That's not government's job. It is something which is called self-regulation. അപ്പം ഈ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുമ്പം കുറേ ആൾക്കാർ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും. പക്ഷേ പലതും ഇപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും, ഇപ്പം എനിക്കൊന്ന് തടി കുറയ്ക്കണം എന്ന് വിചാരിക്കുക, പണ്ടൊക്കെ നമ്മൾ ഒരു ന്യൂട്രീഷൻ്റെ അടുത്ത് പോകും, ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പല ആൾക്കാരും പലതാണ് പറയുന്നത്. ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യുക? ആര് പറയുന്നത് ശരി എന്ന് വിശ്വസിക്കുക? കാരണം there are millions of people who are feeding different content on different subjects. Now, how do you know that is curated? How do you know that he is an expert or not? അപ്പോൾ പലതും മിസ്ലീഡ് ചെയ്യപ്പെടും. അതുപോലെ വാർത്തകളും പല വ്യാജ വാർത്തകൾ വരുന്നില്ലേ. ഒരു ഉദാഹരണം, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 3 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു പറഞ്ഞ് മാതൃഭൂമി ലോഗോ വെച്ചിട്ട് വാർത്ത വന്നു. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ പലതും. ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം വേറെ ഒരു ആൾക്കാർ വാങ്ങി എന്ന് പറഞ്ഞ വാർത്ത വരുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ അവർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. അത് ഇറസ്പോൺസിബിളാണ് അത് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഒരു വാർത്ത എത്തിക്കുമ്പോൾ അതിലെന്തെങ്കിലും നിജസ്ഥിതി വേണ്ടേ. അപ്പോൾ എനിക്ക് തോന്നിയത് മുഴുവൻ എഴുതുന്ന സ്വാതന്ത്ര്യമല്ല ഇത് നൽകുന്നത്, മറിച്ച് വളരെ ക്രിയേറ്റീവായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, നമ്മുടെ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പണ്ടൊക്കെ ഒരു പാട്ടുകാരന് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് പിന്നെ എന്താ പറയുക, പിന്നെ ലേബിൾ വേണം, അല്ലെങ്കിൽ അത് പല സംഗതി. ഇന്നിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇപ്പം എഴുത്തുകാരടക്കം തന്നെ ഞങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്ത പല പിന്നെ ബെസ്റ്റ് സെല്ലിങ് ബുക്സും ആദ്യം ഫേസ്ബുക്കിലൂടെയാണ് ആ കഥ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്രിയാത്മകമായി ഉപയോഗിക്കാം, നശീകരണ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ കാണുന്നത് രണ്ടാമത് പറഞ്ഞതിലേക്കാണ്. അതുപോലെ തന്നെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഹിതകരമല്ല, ആ വാർത്തയുടെ സത്യാവസ്ഥ അല്ല നോക്കുക, അത് എനിക്ക് ഇഷ്ടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പല ലെവലിലേക്കാണ് പോവുക. പിന്നെ ഇന്നതാ പറയാനൊന്നുമില്ല. അതിൽ ചരിത്രബോധം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, യാഥാർത്ഥ്യമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വ്യക്തിപരമായി വളരെ മോശമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തലമുറകളെ പുറകെ പോയി ആക്ഷേപിക്കും, വായി തോന്നിയ മുഴുവൻ വിളിച്ചു പറയും. അത് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള ഒരാൾക്കാരെ വേറൊരാളെങ്ങനെ ഈ രീതിയിൽ ചിത്ത പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു ആൾക്കാരുണ്ട്, അവരതിൻ്റെ പുറകെ കൂടും. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയാണോ വേണ്ടത്? സംവാദം വേണം,
പിന്നെ ഡിസ്കഷൻസ് വേണം, അതൊക്കെ വേണം. പക്ഷെ അത് ഈ തലത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വളരെ വ്യക്തിപരമായ എല്ലാവരെയും അധിക്ഷേപിക്കുക? അതിനല്ല ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി. ഇത് വളരെ നമുക്ക് എന്താ, ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവുകൾ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ആൾക്കാരിൽ എത്തിക്കുവാനും അതിലൂടെ വളരുവാനുള്ള അങ്ങനെ എത്രയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അതിന് ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിഷ്വൽ മീഡിയനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ഒരു ലാസ്റ്റ് 1 മന്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വിഷ്വൽ മീഡിയയിൽ കണ്ടിട്ടുള്ള വാർത്തകളിൽ മറ്റേ കഷായം കൊടുത്തു മരിച്ചു അല്ല കൊന്നു എന്ന് പറയുന്ന ഗ്രീഷ്മയുടെയോ, അല്ലെങ്കിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട ആൾ ബോബി ചെമ്മണ്ണൂർ, ഈ വാർത്തകൾക്കായിരുന്നു, ഇതുപോലുള്ള വാർത്തകൾക്കായിരുന്നു കൂടുതൽ സമയം നമ്മൾ ന്യൂസ് ചാനലുകളും അൺഫോർച്ചുനേറ്റ്ലി മേ ബി ദേ വിൽ ഹാവ് ടു കോമ്പീറ്റ് വിത്ത് സോഷ്യൽ മീഡിയ ആ വാർത്തകൾ. അപ്പോൾ ഈ സെൻസേഷനലിസം ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ത്രീ വിഷയമായി വരുമ്പം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മലയാളികളുടെ ഒരു വോയറിസ്റ്റിക് ടെൻഡൻസീനെ എൻ്റർടൈൻ ചെയ്യുന്ന പോലത്തെ സബ്ജക്ട്സ് വരുന്ന സമയത്ത് അതിന് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുകയും കൃത്യമായി രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള വാർത്തകൾ അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോവുകയും ചെയ്യുകയും ന്യൂസ് ഒരു പെർഫോമൻസ് ആയി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്, ഞാനതിനോട് യോജിക്കുന്ന ഒരാളല്ല വ്യക്തിപരമായിട്ട്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഒഴുക്കിൽ പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ അങ്ങനെ പോകുന്നതാണ്. ഇപ്പം ഒരു സമാധിയുടെ വാർത്ത കുറേ ദിവസം അതായിരുന്നു. ഒരു എന്താ സാമൂഹ്യ പരിഷ്കരണം വന്നൊരു സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ചർച്ചയാവുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതുപോലെ തന്നെ എന്താ പറയുക, അവരൊക്കെ നടത്തിയ പ്രവൃത്തിയുടെ കൂടെ ഇവിടെ പോയി. അപ്പം ഈ രീതിയിൽ അത് സെൻസേഷൻ എന്നല്ല, ആ വാർത്തയിൽ അവിടെ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ ഒരു പക്ഷേ ഇറ്റ് ടേക്സ് എ ബാക്ക് സീറ്റ്, വിച്ച് ഐ ഡു നോട്ട് പേഴ്സണലി എഗ്രി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ശരിക്കും മാധ്യമങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതല്ല. അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെയ്യുന്ന ആൾക്കാർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതാണോ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അതും വാർത്തയാണ്, ആ വാർത്ത കൊടുക്കാതിരിക്കാൻ സാധിക്കും. പക്ഷെ അത് തന്നെ ഈ പറഞ്ഞതുപോലെ അതിൽ കൂടുതൽ സമയം ഇങ്ങനെ അതിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതിൽ വേറൊന്ന് സംഭവിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസിങ് പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയനെ. കാരണം ഏതാണ് ട്രെൻഡിങ്, കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ എന്ത് കാണുന്നു, ഇല്ലെങ്കിൽ ഏതിനാ കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നത്, അപ്പം അതിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ശരിയല്ല. അത് ആ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് പിന്നെ ഈ മാധ്യമങ്ങളുടെ മേലുള്ള സമ്മർദ്ദം അത് അതിജീവിച്ചേ മതിയാവും. ഞാൻ ഈ കാര്യത്തിലല്ല പറയുന്നത്. ഇപ്പം രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള കാര്യങ്ങളിലോ ഒരു പിന്നെ ശരിയായ വാർത്ത നൽകുമ്പോൾ ആ വാർത്തയെ എതിർത്തുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി എനിക്കിഷ്ടമുള്ള വാർത്തകൾ മാത്രമേ മാധ്യമങ്ങൾ വരാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള വലിയ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള സംഘടനകളെല്ലാം തന്നെ ചെലുത്തുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പം അതിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി, അല്ല ആ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്യൂറേറ്റഡ് മീഡിയ എന്ന് പറയുന്നതിൻ്റെ റിലവൻസ് ഉള്ളൂ. അല്ലാതെ ഈ ഒരു റാറ്റ് റേസിൽ കുടുങ്ങി അങ്ങനെ ആ രീതിയിൽ പോകുന്നത് അത് ഗുണകരമല്ല എന്ന് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഡിജിറ്റൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ നോക്കുന്ന സമയത്ത് ഈ നമ്പർ ഓഫ് സ്റ്റോറീസ്, ക്ലിക്ക് ബൈറ്റ്സ്, അല്ലെങ്കിൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്താൽ റവന്യൂ ജനറേഷൻ്റെ ആസ്പെക്റ്റ് വരുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഒരു ഹെഡ്ലൈൻ കൊടുക്കേണ്ടി വരും. അത് ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില ഗിമിക്സ് ഉണ്ട്, വിച്ച് വാസ് മേ ബി ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഏർലിയർ ജേർണലിസം ദാറ്റ് വാസ് ബീങ് ദെയർ. It's not journalism, it's like attention span ആണ്. What is the attention span of a human being? It's just few seconds. അപ്പം ഒരു സ്റ്റാറ്റിക് മാധ്യമത്തിൽ വരുന്ന പോലെ ഇപ്പോൾ ഒരു വാർത്തയുടെ തന്നെ ഹെഡ്ലൈൻ, അത് ആ ഹെഡ്ലൈൻ വായിക്കാൻ തോന്നണം.
അത് പിന്നെ അസത്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ സ്പാനെ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് സാധാരണ പത്രത്തിൽ വരുന്ന അതേപോലെ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് അത് ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതേ വാർത്തയെ തന്നെ അവരിലേക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് റീപർപ്പസ് ചെയ്യണം. വി കോൾ റീപർപ്പസിങ് ഇറ്റ്. ദാറ്റ്സ് വെൻ പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു റീഡ് ദാറ്റ് ന്യൂസ്. വാർത്ത ഒന്നും തന്നെ ആയിരിക്കാം, പക്ഷെ അതുപോലെ തന്നെ ഈ കൺസ്യൂം ചെയ്യുന്ന ജനറേഷനൊക്കെ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എഴുതുന്ന രീതിയിലും അതിൻ്റെ ഉള്ളടക്കം മാറില്ല, പക്ഷെ എഴുതുന്ന രീതി, ഭാഷ, അതിൻ്റെ ഘടന, ഒരു സ്റ്റോറിയുടെ ഘടന, ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയേ മതിയാവൂ. കാരണം നമ്മൾ വാർത്തയിൽ മാറ്റം വരുത്തുന്നില്ല, അതിൻ്റെ കാതൽ മാറ്റുന്നില്ല. അതിന് ഞാൻ പറഞ്ഞ പോലെ വാർത്ത നിലനിൽക്കും. കണ്ടന്റ് വിൽ ബി ദെയർ ഈവൻ ആഫ്റ്റർ 50 years, 100 years, വാട്ട് എവർ, എനി ഫോം. അതിന് ഡിഫറെൻറ്റ് പീപ്പിൾ കൺസ്യൂം ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. സോ ഇപ്പോൾ ഒരു ഡിജിറ്റൽ കൺസ്യൂമർ അവൻ്റെ ബിഹേവിയറും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ആ വാർത്തയെ ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ ആ വാർത്തയിൽ സത്യസന്ധത പുലർത്തണം, അത് ക്രെഡിബിൾ ആയിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പം ഓരോ പിന്നെ നമ്മളെ ഡിജിറ്റൽ വേർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ വി പ്ലേസ് ദ ന്യൂസ്, അതിൻ്റെ ഹയറാർക്കി ആണെങ്കിലും അതിൻ്റെ പ്രിഫറൻസ് ആണെങ്കിലും അതിൻ്റെ ഹെഡിങ്ങും ടൈലും ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. എങ്കിൽ മാത്രമേ അത് വാർത്ത വായിക്കണമല്ലോ. വി ആർ നോട്ട് ഫോഴ്സിങ് എ കൺസ്യൂമർ ടു റീഡ്. ദാറ്റ്സ് ഹിസ് ചോയ്സ് വെദർ ഹി വാണ്ട്സ് ടു റീഡ് ഓർ നോട്ട്. പക്ഷെ ആ രീതിയിൽ അതിനെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഓരോ മീഡിയത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, ആ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ഉണ്ട്. അതിനനുസരിച്ച് ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായാൽ മതിയാവും. ക്ലിക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, സി ലൈക്ക് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, if you look at the digital market, now unofficially I can say it's about 130 to 140 lakh when റോസ് വരുമ്പോൾ അതിൽ 1,40,000 കോടി അങ്ങനെ വരുള്ളൂ. അതിൽ 75 to 80% goes to two organizations, two companies. I'm not naming them. You know who it is. The remaining 15 to 20% is what the remaining for the entire, the whole the digital ecosystem play ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെ റവന്യൂ എന്ന് പറയുന്നത് മാത്രമാണ്. So digital is growing, the digital market is growing, but as publishers, are you getting your due share? You're not. 70% goes to two companies. കൺസ്യൂമേഴ്സ് ആൻഡ് റീഡേഴ്സ്, പത്രപ്രസാധകരിൽ നിന്നും പത്രാധിപരാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ വാർത്ത കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടും കൂടി മാറുകയാണല്ലോ. ഇതൊരു ഓൾഡ് സ്കൂൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അപ്പോൾ വെൻ വി സ്റ്റാർട്ട് ട്രീറ്റിംഗ് ദ റീഡേഴ്സ് ആസ് കൺസ്യൂമേഴ്സ്, നാച്ചുറലി നമുക്കൊരു എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ, അതോ സർവൈവൽ ആണോ നമ്മളുടെ പ്രയോറിറ്റി? It all depends from organization to organization. I told you like how we approach the news, looking at the social relevance and adokke nokkittaan. Of course, people who are buying the newspapers are our consumers, are not. But is my objective is just to create an audience so that I can sell the audience to a advertiser. There are some medias, like our approach angane aayikku, പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെയല്ല. In the process, we are acquiring consumers. പക്ഷെ അത് ആ വാർത്തയുടെ പിന്നെ മൂല്യം നോക്കിയിട്ടാണ്. അല്ലാതെ എനിക്ക് പരസ്യം ചെയ്യാൻ വേണ്ടി, പരസ്യ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കൺസ്യൂമറിന് ഉണ്ടാക്കുന്നതല്ല ഞങ്ങളുടെ ജോലി. അപ്പോൾ കൺസ്യൂമറാണോ കൺസ്യൂമറാണ്, ന്യൂസ് പേപ്പർ പ്രോഡക്റ്റ് ആണോ പ്രോഡക്റ്റ് ആണ്. ബട്ട് ഈസ് ഇറ്റ് ലൈക്ക് എനി അതർ പ്രോഡക്റ്റ്? There is a difference. I mean, people can differ with that. We can argue on that. But the value system a news organization should have, I'm not saying everybody has it, should have is different. Because the purpose, why, നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചു why 1923 എന്തിന് തുടങ്ങി? There's a purpose for starting any business. Similarly, there's a purpose for starting a media house. That purpose cannot be diluted.
But in the process, there are many other, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബിസിനസ്സുകളൊക്കെ നടക്കുമ്പോഴും are we compromising a lot to if a media company is not financially strong, if it's not financially successful, it's not sustainable, then that is when you go into more unethical practices. So we have to be financially strong. അതിനുള്ള സ്ട്രാറ്റജി വേണം. At the same time, the purpose of a media company, the purpose of having this product is different from producing a soap or any other consumer durable. അതുപോലെ ഇതിനെ കാണാൻ പറ്റില്ല. So there is a value for that. മ്യൂസിക്കിൽ your idea had actually supported a lot of independent musicians in Kerala. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് യു ബോട്ട് ഇറ്റ് ലോങ് ബാക്ക്, ഈവൻ ബിഫോർ ഈ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഇത്ര പ്രോമിനൻ്റ് ആവുന്ന സോഷ്യൽ മീഡിയയിലുള്ള കോൺവെർസേഷനും ഒക്കെ വരുന്നതിന് മുന്നേ. യുവർ പ്ലാറ്റ്ഫോംസ് വെർ ദ ഇൻഫ്ലുവൻസേഴ്സ് ബാക്ക് ദെൻ, വിച്ച് വാസ് എപ്പോഴും കേട്ടോണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ. ആ ഒരു ഐഡിയ ടു സ്റ്റാർട്ട് ദാറ്റ്, നമ്മൾ വെറും ഒരു പത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വാർത്തകളിലേക്ക് മാത്രം ഒതുങ്ങാതെ ഒരു യു ഹാവ് എ പബ്ലിക്കേഷൻ, യു ഹാവ് മെയ്ഡ് ഫിലിംസ്. അപ്പം ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഏതൊക്കെ ആസ്പെക്റ്റിൽ, ഇപ്പോൾ AI വന്നു, AR VR എല്ലാം വന്നു, അപ്പം ഏതൊക്കെ ആസ്പെക്റ്റിലേക്കാണ് ഹൗ ആർ യു എൻവിഷനിങ് ഇറ്റ് മുന്നോട്ട് നോക്കുന്ന സമയം? നേരത്തെ പറഞ്ഞ മ്യൂസിക്കിനെ കുറിച്ചുള്ള സെഷനാണ്. അതിൽ ബിജിപാൽ ഒരു പാട്ടിൻ്റെ വരി പാടിയത് ഞാൻ നിർമ്മിച്ച സിനിമയുടെ വരികളാണ്. അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. Because we give a platform for independent music, for bands. I like music. അങ്ങനെ ഒരു പ്രത്യേക ജോണർ, ഐ ലൈക്ക് എനി കൈൻഡ് ഓഫ് മ്യൂസിക്. അതെൻ്റെ എന്താ പറയുക, എനിക്കിഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അത് വെസ്റ്റേണോ ക്ലാസിക്കലോ അതൊന്നും അങ്ങനെ നോക്കുന്ന കാര്യമില്ല. So we thought, there's so much of talent നമ്മളെ ഇടയിൽ. പുതിയ ചെറുപ്പക്കാർ, അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത്രയധികം ടാലൻ്റ് ഉണ്ട്, ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ? അതാണ് നമ്മൾ കപ്പയിലൂടെ മോജോയിലൂടെ കൊണ്ടുവന്നത്. കുറേ ബാൻഡ്സ് കേരളത്തിൽ അങ്ങനെയാണ് ഫേമസ് ആയെന്ന് നിങ്ങളും പറയുന്നു, ഞാനും അതങ്ങനെ വിശ്വസിക്കുന്നു. സോ വി ഗീവ് ലോട്ട് ഓഫ് സ്പേസ് ഫോർ ദം, ബിക്കോസ് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൂടെ വരാൻ, യൂട്യൂബിലൂടെ വളർന്നു വന്ന ധാരാളം ഇൻ്റർനാഷണൽ ബാൻഡ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണമെന്നില്ല. സോ സിൻസ് വി ആർ ഹാവിങ് എ ചാനൽ, ഐ തോട്ട് വിൽ ഹാവ് എ മ്യൂസിക് ചാനൽ. അതിലൊരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്, ലെറ്റ് us promote independent. Even now we are producing independent music, give a platform for them. അത് അതിൻ്റെ ഒരു ആസ്വാദനം വേറെ ഒരു ലെവലിലേക്ക് പോയി. ഇപ്പം എത്ര അധികം ബാൻഡ്സ് ഉണ്ട് കേരളത്തിൽ, നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു റൂറൽ ഏരിയ പോയാൽ തന്നെ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും അവിടെ ചിലപ്പോൾ ഈ തരത്തിൽ ഈ മ്യൂസിക് നടക്കും. പക്ഷെ അങ്ങനെയല്ല, അവിടെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. നമ്മൾ പിന്നെ കപ്പ കൾച്ചർ എന്ന് പറഞ്ഞ കൊച്ചിയിൽ കുറച്ച് ദിവസം മുമ്പ് നടത്തി. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക്. ഇറ്റ്സ് ഇലക്ട്രോണിക് മ്യൂസിക്. ദാറ്റ് ഹസ് ഗോട്ട് എ ഡിഫറെൻറ്റ് ഓഡിയൻസ്. സോ മ്യൂസിക് എന്ന് പറയുന്നത് അതെല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നാണ്. അതിന് ഇപ്പോൾ AI ഇപ്പം നേരത്തോട് ചർച്ച ചെയ്തു, AI വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഇതിനൊരു മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം സൗണ്ട് ഇസ് ഗോയിങ് ടു ബി ദെയർ, ബട്ട് ഹൗ ഡു യു വിച്ച് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. സോ വി ആർ ഹാപ്പി ദാറ്റ് വി കുഡ് at least provide a platform for some bands who really came up, who become very famous. They have gone, not just gone beyond Kerala, gone beyond India. So we will continue to do that. അപ്പോൾ അത് ഞാനല്ല നോക്കുന്നത്. I given it to the next generation. Okay. News is going to be there, like how you said, sound is going to be there. So നേരത്തെ ചോദിച്ച അതേ ചോദ്യത്തിൽ ന്യൂസിൻ്റെ പെർസ്പെക്റ്റീവിൽ ലോങ് ഫോം ആർട്ടിക്കിൾസ് ആയിരുന്നു പണ്ട് എല്ലാവരും വായിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ അത് ഷോർട്ടായി, ഇപ്പോൾ അത് 200 words ആയി, ഇപ്പോൾ അത് കാർഡ്സ് ആയി സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ AR VR ഈ പറഞ്ഞ AI, വി ഹാവ് AI ദാറ്റ് ജനറേറ്റ്സ് ന്യൂസ് ഫോർ അസ്. അപ്പോൾ ഒരു പത്രസ്ഥാപനം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു മീഡിയ ഹൗസ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സോഷ്യലി വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എവറി പെർസ്പെക്റ്റീവ്, ഈ AIയുടെ ഇൻഫ്ലുവൻസ് ഇൻ റൈറ്റിംഗ്, ഇൻ ക്രിയേറ്റിംഗ് വീഡിയോസ്, AIയുടെ ഇൻഫ്ലുവൻസിനെ
ഹ്യൂമൻ ബീയിങ്സും എ ഐയും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടോ, അതോ അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം? See, technology വരുന്നതനുസരിച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്തേ മതി. AI is something which can be used, which need to be used. But how എന്നുള്ളൊരു question, to what extent? ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങൾ കുറേ പറയേണ്ടത്. I don't want to repeat all that. So AI can be used in a newsroom, but for what? To what extent? അതിപ്പോൾ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. ആസ് ഇറ്റ് അത് പ്രോഗ്രസ് ചെയ്ത് വരുമ്പം അതിൻ്റെ കുറേയും കൂടി അത് മെച്ചപ്പെട്ട രീതിയിലേക്ക് വരും. ബട്ട് നമ്മളെ ഇമോഷൻസ് കൂടെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നെ ആർട്ടിഫിഷ്യൽ ഓപ്പൺ ചെയ്യുന്നൊക്കെ നമുക്ക് കിട്ടുന്ന യു വോണ്ട് ടു ക്രിയേറ്റ് an article or anything or music or anything for that matter or images or like even movie clip എങ്ങനെ എന്തുവാണെന്നുണ്ടെങ്കിലും or cartoons or animation everything ഇപ്പോഴുള്ള എൻവയൺമെൻറ്റിൽ നിന്ന് അതൊന്നും എടുത്തിട്ടാണിത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദേ ടു സ്റ്റേ. ബട്ട് ദെൻ അതിൽ കുറേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ദ കണ്ടന്റ് വി പ്രൊഡ്യൂസ് സ്പെൻഡിങ് ആർ മണി യൂസിങ് ആർ റിസോഴ്സസ് is being used without even giving credit to us. So a lot of like even the Jio has filed a case against OpenAI. Now there are many cases happening across the globe about the ethical use of the content created by somebody else. So അതിനുള്ള regulations ഒക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നുള്ളൂ. I don't know how it is going to happen, what form അത് ഏത് ഷേപ്പിലാണ് വരിക എന്നുള്ള ഏത് ഫോമിലാണ് വരിക എന്നുള്ളത് എനിക്കറിയില്ല. But there are a lot of ethical issues. But can you just keep away from all this technological development? You cannot. You have to use it. But is it to replace human beings? I don't think so. You use it in your newsroom? Other, like we ask the journalist if they, like ഒരു പ്രത്യേക സ്റ്റോറി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് we have library system and all ഇതുണ്ടെങ്കിലും we create a framework. I don't want to disclose it fully here, but we are very careful in doing so. But my point is that as a human being, technology needs to be embraced. Technology is to ensure that we function more efficiently. But if technology starts replacing human beings, if you become jobless, then what will happen in the society? There will be a lot of issues, like social unrest and down. So these are enablers, like this will allow me to work in a much effective manner, efficient manner. Tomorrow, if I say like I don't need 100 people in my newsroom to create news, you go, I can use AI and create news. Then why should I create news? Because like anybody can give a prompt and get the same news, right? On different format, or it depends on the prompt you give, how you want it. So we use it. At the same time, as a human being, I believe that this technology is not to replace human being, not to replace human intelligence. End of the day, the manushyante buddhi thaneyanu idokke undaakkunnathu. So we have become more dependent on technology. We stopped remembering many things now. Like you don't have to even remember a phone number. So I use devices a lot, but then am I submitting all my thought process? And എല്ലാ ഇതും ഞാൻ അതിലേക്ക് ഒതുക്കണോ? Or should I also like think of using my own intelligence to enhance my intelligence? So these are all tools which will help you to do that. But if you think that is going to completely replace, അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സെക്ടേഴ്സിനും ഇത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. You may not need lawyers to get a legal advice. You don't need media planners to do your media planning. A lot of data scientists will lose their job. അവരൊക്കെ മാറ്റാം, പക്ഷെ അതല്ലല്ലോ ടെക്നോളജി വരുന്നത്, അവരെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. So similarly, we also use AI. As it evolves, we will also think about how do we create a framework, an ethical framework on using it. Because end of the day, why are you buying my newspaper? Why are you watching my channel? Why are you going to mathrumi.com or any like or Manorama, whichever? Because there's infotainment. No. There's a trust. Yeah. Right?
there's something called credibility. Now, what is happening is that even these big tech companies, how do they function? They don't want organizations to thrive. They want individuals to thrive. They kind of want to, like ensure that these people all go out of business so that, like you can create, well, you can criticize me, but create a lot of anarchy in the society. You understand? Like creating a lot of uncertainties. The technology is, it's so good, but why is that? No, like you see robotics, you see the new car, new technology. These are all AR, VR. These are all beautiful. Like or a housing project or anything. Other VR look at even now when we go for exhibitions, you don't see machines anymore. Now you put on this and they'll show you the demo on that. So it's a real time feeling ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അതൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ല. ആ ഫ്രെയിംവർക്കിലാണ് നമ്മളും പോകുന്നത്. അപ്പൊ നമുക്ക് വെർച്വൽ റിയാലിറ്റിയിൽ വായിക്കാൻ പറ്റുന്ന ന്യൂസ് പേപ്പർ, റെറ്റിനോയിഡ് ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെ വരും. Tell me what will be the life of a mobile phone going forward? Can you tell me? Yeah, it will turn out to be maybe something like a chip that is inserted in our body. Whatever, you don't know. Yeah, it might be. So how can I say? Yeah. Huh? Everything is converged onto a mobile. I have not used a desktop. I don't know when I used a desktop. I don't know. I don't have a laptop. You do it all in a phone. Mostly, maximum I have is an iPad. So let's come back to the credibility aspect. So ഈ credibility aspectലാണല്ലോ ഇപ്പൊ എപ്പോഴും ഒരു ക്രൈസിസ് വരുന്നത്. മേ ബി ബിക്കോസ് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ വാട്ട് ഐഡന്റിറ്റി ആർ യു ഓപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ when it comes to an organization? I think I partially answered that earlier. Yeah. Credibility എന്ന് പറയുന്നത് അതും വളരെ സബ്ജക്റ്റീവായിട്ട് എടുക്കുക ആൾക്കാർക്ക്. ലൈക്ക് if I say that what we produces credible news, you can always contend that. No, I don't think so. But the way newspaper organization or media companies work, the ethical framework is different from other products. So as far as possible, തെറ്റുകളൊക്കെ സംഭവിക്കാം, human error സംഭവിക്കാം. But if you're doing it intentionally with an agenda, it's a different matter. I have politics. It becomes propaganda. I have politics. But എൻ്റെ politics അല്ല എൻ്റെ മീഡിയ ഹൗസ്. like അതെൻ്റെ വ്യക്തിപരമായ കാര്യം. So I keep a very clear distance between my politics, my interest, and what the media should publish or broadcast or whatever it is. So it's a very in today's world, today's context, it's a very difficult subject to deal with. But നമ്മുടെ ന്യൂസ് റൂമിന് അല്ലെങ്കിൽ the kind of journalist you hire, the kind of policy framework you have, and people are following it. The whole idea, like our intention is 100% is to ensure that we give credible news to our readers or listeners or viewers in whatever form. That's what you call a curated media. Other thing is, like there are millions and millions of websites. Now anybody who's got a mobile phone and a mic can start his own YouTube channel and say whatever he feels like. എന്തുവേണം പറയാം. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത് you may get eyeballs initially for 1 or 2 years, that might trend. Then after some point you realize that okay, this is not correct. We have survived for 102 years. Why is it that we survived for 102 years? Trust. So we try to keep it up. I mean, you can debate, that's fine, but if a media company is survived for 102 years and still thriving, that means there is some core values which we try to keep intact. അതൊരു ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ഇത്രയധികം പല രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അത് എന്താ പറയുക, അതിനെ പല രീതിയിൽ കാണുന്നവരൊക്കെ ഉണ്ടാവാം.
പക്ഷെ ആ ജോബ് എത്ര നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, അതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്കിനി ഓഡിയൻസിന്റെ അടുത്ത് ക്വസ്റ്റ്യൻസിന് വേണ്ടി ടോപ്പാണ്. Sound. Here we have a question. ഒന്ന് മൈക്ക് ഇവിടെ കൊടുക്കാം. യെസ്, അവിടെ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. Thank you, sir, for the talk you gave. It really gave me an insight. My question is that when we are focusing on the future of media, we should also focus on what's happening right now. And the case that came into my mind was the case of Julian Assange. He was a journalist and he published things that corrupted Fortune 500 companies, and no one really batted an eye until he published something that the US government deemed corrupt, which was the US government shooting innocent civilians in Iran, I believe. So, and this same situation right now is happening in Israel-Palestine, where journalists from Al Jazeera are being killed just because they're not publishing what powerful governments in this world want them to. And Al Jazeera is going against the Israeli military, and they're publishing actual news that what is happening in Gaza right now. So I guess my question is, amidst all the chaos that's happening right now in this world, how can we protect the integrity of news that is coming out right now and the integrity of journalism as a whole, as a future generation? What can we do to protect that? It's a good question, but it requires a very long answer, but I'll try and use a few words. What you said has been happening for ages. Now it is more visible to us. Because again, earlier there was no way you could know what's happening in other parts of the world, right? Because of technology and other methods, you are able to understand or to know, okay, what's happening in Israel, what's happening somewhere else. This has been happening in Africa, this has been happening from the colonial days onwards. Even now, if you look at most of the governments, okay, now I don't want to, I don't have a problem. You look at the big powers in the world, who's running it? Whether it is US or UK or France or Germany, like what kind of leaders you have? Do they have thought, you know what Trump said before his elections? We will have a system to ensure that we will not, what did he say? We will ensure that the journalists are taken to task. That means, as you said, if some reports are coming which is true and is not liked by the particular politician, they're going to put pressure. This is not happening in India. Do we know exactly what's happening in some other parts of the country? Kerala is much better that way. There's a lot of pressure. Having to read that, like governments using other mechanism to control media. That's happening in India. That's happening across. It's been happening before. Now it is happening in a much, much stronger and, a very undesirable manner. I get messages every day saying that these are the positive news you have given, these are the negative news you given, these are the neutral news you have given from political parties. I said, go to hell. I don't care about what you think about the news. As long as the news is correct, we'll try to give it. So Sanchez is a whistleblower. When he came up, there could be a lot of facts and could be some mistakes as well. But this pressure on media has been there, but now it is more prominent and is more forceful now. The governments are bringing in regulations. Now, you look at the India media landscape now. See, in a few years' time, what you're going to see in India is media monopoly. The pluralism is going to go. So, maybe one or two people will control the entire news ecosystem in our country. What will happen? You will get only one or two views, or the views which the government wants you to know, whoever is running the government.
when there are a lot of independent media houses, you get to know different aspects of news. You get to know different things, what's happening. No, you cannot hide many things. But if the media is controlled by one or two powerful business houses, what will happen? They will decide what you need to know. And in today's technology, where you're going to depend more and more on your, what you call, updates and, on your apps, on your mobile. Who's controlling the mobile ecosystem in India? 60%. It's by one company. They are buying media houses. They're acquiring media companies. Now the government is bringing in regulation to ensure that, these OTT platforms cannot show. I mean, there are a lot of restrictions. These are all legal issues. I don't want to go deep into that. But in a matter of 4 or 5 years, you will see that these two or three big technology companies controlling media houses, media, because the access is through them. That അത് നമ്മുടെ ഡെമോക്രസിൻ്റെ എന്താ തലക്കടിക്കുന്ന അവസാനത്തെ ആണിയാണ്. The moment there's a media monopoly, well, democracy ends there. So this threat is there. It is now very much real. I have to admit it. There is pressure on media houses. There are, systems to watch what each media house is doing, what kind of news they are giving. Is it against or for? And they are trying to bring in mechanism to influence or put pressure or use some other method to ensure that, the media plays, media only gives what they want. Fortunately, we are not reached that stage, but we may. That is the most dangerous thing I am seeing now. So there again, as you said, what a journalist should do, be credible. You may have your own views, your own politics, but don't mix that. Look at the news as it is. Look at the different aspects of news. How it is going to impact the society, whether this news is useful, important or not, and how you approach the news. So the credibility is something which you should have. You should keep your credibility intact first and approach news. That's the only way out. But I'm telling you, India, the pressure which most of the newsrooms are going through is unbelievable. Either you succumb to that, you fight. When you fight, you should be willing to face the repercussions. നാളെ വീട്ടിൽ ഇടി വരും, CBI വരും. അതിലൊക്കെ തയ്യാറാണെങ്കിൽ ഇതിന് നിന്നാൽ മതി, ഇല്ല നിൽക്കണ്ട. ഗൗരി ലങ്കേഷ് ആവോ അല്ലെങ്കിൽ അത് ഫിസിക്കലി കൊന്നു, ഇത് വേറെ രീതിയിൽ കൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഫ്രണ്ട് റോയിലേക്ക്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ഒരു മുഖ്യ വാർത്തയായിരുന്നു. ചൂട് കാര്യമായ തോതിൽ കൂടാൻ പോകുന്നത്രേ. ചൂട് കാര്യമായ തോതിൽ തവണ കൂടും. അപ്പോൾ ഈ കാലാവസ്ഥാ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പറ്റിയ ഏറ്റവും നല്ലതായിരുന്നു ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട്. അത് അട്ടിമറിച്ചതിൻ്റെ അനിവാര്യ ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത്. ഇപ്പോഴും അതിനെപ്പറ്റി ആരും കൺസേൺഡേ അല്ല. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് കേഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം എന്ന പുസ്തകം വായിച്ചതിൻ്റെ ഫലമായി അവിടെ DD നിരോധിച്ചെന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അത് അട്ടിമറിക്കേണ്ടതിന് പകരം ഇവിടെ ചേരുന്നത്. എന്നിട്ടും ഇവിടുത്തെ പത്രങ്ങൾ വരെ അതിനെപ്പറ്റി കാര്യമായി അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ദുരന്തമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ MLA ആണ്, വയനാട്ടിലെ കൽപ്പറ്റ കോൺസ്റ്റിറ്റ്യുവൻസിലെ MLA ആണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന ആളാണ് ഞാൻ അസംബ്ലിയിലും അസംബ്ലിൻ്റെ പുറത്തും എല്ലാ കമ്മിറ്റികളിലും ആ റിപ്പോർട്ടിനെ അനുകൂലിച്ച വനമേഖലയിൽ നിന്ന് വരുന്ന ഏക MLA ആയിരുന്നു ഞാൻ. അന്ന് ഞാൻ എടുത്ത നിലപാട് അടുത്ത ഇലക്ഷന് തോറ്റാലും ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ ആവാസ വ്യവസ്ഥ നിലനിർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട്. എൻവയറമെന്റൽ ഇഷ്യൂസിൽ ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും
അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അതിനെക്കുറിച്ച് എഴുതിയത് ഏത് പത്ര, ഏത് വാരികയാ? താങ്കൾ തന്നെ പറഞ്ഞോളൂ. കേരളത്തിൽ റിസൾട്ട് ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാ സാധിക്കും. റിസൾട്ട് കൊണ്ടുവരേണ്ടത് ആരാ? ഒരു 2-3 ആഴ്ച മുമ്പ് വയനാട്ടിൽ അവിടുത്തെ പ്രസ് ക്ലബിൻ്റെ ഇതേപോലെ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അവിടെ ഡിസാസ്റ്റർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മളിത് വരുന്നത് മുൻകൂട്ടി കണ്ട് തടയണം എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ തടയണമെന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കുന്ന ചില മെഷേഴ്സ് എടുക്കണം. അങ്ങനെ പറയാൻ, ജനങ്ങളോട് പറയാൻ ധൈര്യമുള്ള എത്ര രാഷ്ട്രീയക്കാരൻ്റെ കൂടെ? ഒരു PT തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തായി? ഈ രാഷ്ട്രീയക്കാർക്ക് വോട്ട് കുത്തുന്നതാരാ? ഈ ദുരന്തം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗങ്ങൾ. അവിടെയാണല്ലോ വാലറ്റ് ഈസ് പവർഫുൾ ദാൻ ബുള്ളറ്റ്. എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പം വയനാട്ടിൽ വെച്ച് ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ചയാണ്. ആരൊക്കെ പങ്കെടുത്തു എന്ന് ഞാൻ പറയില്ല, വലിയൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രധാനപ്പെട്ട ചില നേതാക്കൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് വോട്ട് ചെയ്തത് ആരാ, മരങ്ങളാണോ ജനങ്ങളാണോ എന്നാണ്. ഇപ്പം ഞാൻ മറുപടി പറഞ്ഞത്, വോട്ട് ചെയ്യാൻ ജനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മരം വേണം. കാരണം വായു ശ്വസിച്ചാലേ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക മരങ്ങളാണ്. ഇപ്പം മരങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് വോട്ട് ചെയ്തത് ജനങ്ങളാണോ മരമാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഞാനിതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ താങ്കൾ എടുത്തു പോയിക്കോ, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഏത് മാധ്യമമാണെന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും കട്ടിങ്ങെടുത്ത് ഞാൻ താങ്കൾക്ക് അയച്ചുതരാം. അഡ്രസ്സ് തന്നാൽ മതി. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എത്ര കവർ സ്റ്റോറി വന്നിട്ടുണ്ട്, ഗാഡ്ഗിലിനെ വെച്ച് എത്ര ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ അസംബ്ലിയിലെ പ്രസംഗമാണ്, ഞാൻ അയച്ചുതരാം. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കാട് പ്ലാച്ചിമട കമ്പനി, അവിടെ അനുമതി കൊടുത്തത് സർക്കാർ, കുടിക്കാൻ ജനവും ഉണ്ട്. ഈ 2 ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് അവിടെ സക്സസ് ആയത്. കുടിക്കാൻ ജനമില്ലെങ്കിൽ കമ്പനി തുടങ്ങില്ല. സാങ്ഷൻ കൊടുത്ത സർക്കാർ ഒരു ഉണ്ടായിരുന്നു. കുഴപ്പം എവിടെയാ? കുഴപ്പം എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ സാധിച്ചോ അല്ല മനസ്സിലാക്കിയിട്ട് കണ്ണടച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ എക്വാഫെയർ എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ സമയത്ത് പ്ലാച്ചിമടയിലാണ്. ഏറ്റവും വലിയ ഭൂഗർഭ ജലനിധി ഉള്ളത് പ്ലാച്ചിമടയിലാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സാറ്റലൈറ്റ് മുഖേന ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചു. ആ ജലം ഉപയോഗിച്ച്, ഭൂഗർഭജലം ഉപയോഗിച്ച് അവിടുത്തെ ഭൂഗർഭജലത്തിന്റെ ലഭ്യത 1300 അടിയിൽ ചോടെ വന്നു. 1300 അടി പോയി കഴിഞ്ഞ് ഭൂഗർഭജലം കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുത്തെ പ്രദേശവാസികൾ മുഴുവൻ കുടിവെള്ളമില്ലാതായി, കൃഷിയില്ലാതെയായി, ജീവിക്കാൻ പറ്റാതെയായി. അപ്പോഴാണ് അതിനെതിരെ ഫൈറ്റ് വന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് അനുമതി കൊടുക്കുമ്പോൾ ഇപ്പം മനുഷ്യന്റെ അടിസ്ഥാനമായ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാ? എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഇങ്ങനെ നോട്ടിഫൈ ചെയ്യുന്നതിന് ഒരു പാരാമീറ്റർ എന്താണ്? അത് വെറും വനം മേഖലയിൽ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ഹിയർ. ഇപ്പം മനുഷ്യന്റെ മൗലികാവകാശമായ കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം, ശ്വസിക്കാനുള്ള വായു, ജീവിക്കാനുള്ള മണ്ണ്, ഈ 3ന്റെ അവകാശത്തിന്റെ മേലെ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ വലിയൊരു സ്ഥാപനമൊന്നു വിചാരിക്കുക. അപ്പൊ ഞാൻ ഇന്നലെ പോയത് ഒരു മനോഹരമായ പ്രദേശത്ത് ഒരു ക്വാറി തുടങ്ങാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ സ്ഥാപനം ഇവിടെ വന്നു, ഒരു സാമ്പത്തിക വലിയ കഴിവുള്ളവർ. അവിടെ ആ സ്ഥാപനം വരുന്നതുകൊണ്ട് ഈ പറഞ്ഞ മൗലികാവകാശങ്ങളുടെ മേലെ ഒരു കടന്നുകയറ്റുണ്ടായി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവാണ് മാധ്യമങ്ങളുടെ കടമ എന്നുള്ളത്. അത് വരുമ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലെ 5(1) എന്നുള്ള സെക്ഷൻ ഉള്ളത്. അതെവിടെയും ആവാം. അപ്പൊ ഈ 3 അവകാശങ്ങൾക്കെതിരെ ലംഘനം വരുമ്പോൾ, കാരണം മനുഷ്യന് ജീവിക്കണമല്ലോ, അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. In the interest of time, I think Anjana will have to wrap up the conversation. And what a sound, ingenious conversation on the future of media, which touched various topics beyond that topic as well, of course, in great connection with it. To present a token of our appreciation to Sri M.V. Shreyamskumar and Ms. Anjana George, I'd like to bring on stage Dr. K. Madhukumar, Joint Controller of Examinations, Jain University. Welcome back on stage, sir.
Presenting a memento from Jain University to MV Shreyans Kumar, former Rajya Sabha MP and Managing Director of Madhubhumi Printing and Publishing Company. സർ, ഒരു നിമിഷം ഒന്ന് വേദിയിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ആൻഡ് ടു മിസ് അഞ്ജന ജോർജ്, a journalist, gender advocate and digital content strategist. All three of you, we request you to step up for a group photograph. Thank you for speaking about how the future of media is entangled in the future of everything. So speaking about media independently is just not possible. Thank you.